ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് വൈകിപ്പോയി. അതുപോലെ ഇപ്പം കുറച്ച് നാളെ വീഡിയോസും അധികം ഞാൻ ഇടാറില്ല. അപ്പോൾ ഏതായാലും പുതിയ വർഷത്തിൽ 2021 കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. ഒന്നുമല്ല, ജസ്റ്റ് മടിയായിരുന്ന വീഡിയോസൊക്കെ ഇടാൻ ഇയർ എൻഡ് ആകുമ്പോഴേക്ക്. ട്രെയിനിങ്ങും കാര്യങ്ങളും സ്റ്റുഡൻസിന് പ്രൈവറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ പബ്ലിക് വീഡിയോ കുറച്ച് നാളായിട്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഡെമോ അക്കൗണ്ട്, ഏത് ബ്രോക്കറിലും ഡെമോ അക്കൗണ്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ട്രേഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇന്ത്യൻ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ളതായാലും സ്റ്റോക്കിൻ്റെതായാലും കറൻസി ആയാലും ഏത് പ്രൊഡക്റ്റ് ആയാലും നമുക്കതെങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് tradingview.com അതിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. tradingview.com അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഐ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അത് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ മേഖലയായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ആദ്യം നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്തു. ചാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് കറൻസി ഒക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു ചാർട്ടാണ്. ഇപ്പോൾ യൂറോ USD നമുക്ക് ഏതിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കി സെലക്ട് ചെയ്യുക പെയർ. നമുക്ക് ഇപ്പോൾ ഒരു ട്രേഡ് ഇവിടെ ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് അപ്പോൾ ഒരു വിൻഡോ വരും, അതിൽ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതാ യൂറോ ന്യൂസിലാൻഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. യൂറോ ന്യൂസിലാൻഡ് ബൈ ഓർഡർ, ഇത് ലിമിറ്റ് ഓർഡർ വെക്കാൻ വേണ്ടി, പെൻഡിങ് ഓർഡർ വെക്കാനുള്ള ഇതാണ് ഓപ്ഷനാണ്. അതിൽ ക്രിയേറ്റ് ന്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതൊന്ന് മാക്സിമൈസ് ചെയ്യാൻ മാക്സിമൈസ് കഴിഞ്ഞാൽ നമ്മളെ റിയൽ അക്കൗണ്ടുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. capital.com, FXCM അതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് പേപ്പർ ട്രേഡിംഗ് ആണ്. കാരണം നമ്മൾ ഡെമോ അക്കൗണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പേപ്പർ ട്രേഡിംഗ് എന്നുള്ള ഇവിടെ കാണുന്ന പേപ്പർ ട്രേഡിംഗ് എന്നുള്ള ഭാഗം കണക്ട് ചെയ്യുക. അപ്പോൾ അത് കണക്റ്റായി. കണ്ട ഇവിടെ പൊസിഷൻ, അക്കൗണ്ട് ഹിസ്റ്ററി ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ വേറെ ചെയ്തൊരു ഇതുണ്ട്, അതിൽ ഞാൻ കാണിച്ചു തരാം അക്കൗണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് യൂറോ ന്യൂസിലാൻഡ് ഇതിൽ ട്രേഡ് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ജസ്റ്റ് ട്രേഡ് ക്രിയേറ്റ് ന്യൂ ഓർഡർ എന്ന് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂറോ ന്യൂസിലാൻഡ് പേപ്പർ ട്രേഡിങ് ക്വാണ്ടിറ്റി കൊടുക്കുക. 1000 യൂണിറ്റിലാണ് ഇവിടെ കാണിക്കുന്നത് ലോട്ട് സൈസ്. അപ്പോൾ ഇതിപ്പം 10,000 1,00,000 യൂണിറ്റാണ് നമ്മൾ ഇതിൻ്റെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ബൈ ചെയ്യുന്നത്, ഒരു പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ട്രേഡ് എൻട്രി ആയി, കണ്ടോ? ഇതിപ്പോൾ ട്രേഡ് എൻട്രി ആയി, ഇവിടെ പ്രോഫിറ്റ് ഇതും കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ താഴെ ഈ എറോ മാർക്ക് മുകളിലേക്ക് ആക്കിയാൽ ഇവിടെ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് ഇതാക്കാം വിൻഡോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇതുണ്ട്, ഓപ്പൺ പൊസിഷനിൽ യൂറോ ന്യൂസിലാൻഡ് ബൈ ചെയ്തിരിക്കുകയാണ്. ആവറേജ് പ്രൈസ് എത്രയാണ്, പ്രൈസ് ഫില്ലായത്, ഇപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്, പ്രോഫിറ്റ് ഇപ്പോൾ മൈനസിലാണ് ഉള്ളത്. അതങ്ങനെ അവിടെ ഷോ ചെയ്യും. അതുപോലെ അക്കൗണ്ട് ഹിസ്റ്ററി, നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ എൻ്റെ വേറെ അക്കൗണ്ടിലാണ് ചെയ്തിട്ടുള്ളത്, അത് ഞാനിപ്പോൾ കാണിക്കാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെതും ചെയ്യാൻ വേണ്ടി പറ്റും, അത് നോക്കാം. അപ്പോൾ ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കുറേ സ്റ്റോക്കുകളൊക്കെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചിട്ടുള്ള. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ത്യൻ സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാം. അതുപോലെ ഫോറക്സിൻ്റെ ആണെങ്കിൽ കറൻസി പെയറുകൾ, അങ്ങനെ ഏതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് വേണമെങ്കിലും, ലോകത്തെ തന്നെ ഏത് സംഭവം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട്, ഇപ്പോൾ റിലയൻസ് ആണെങ്കിൽ റിലയൻസ്
അങ്ങനെ ഏത് നിങ്ങൾക്ക് ടൈപ്പ് സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ മോർണിംഗ് ആണ് സമയം, ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല അത്ര, അപ്പം ഇപ്പം ട്രേഡ് ചെയ്ത് വർക്കാകാൻ പറ്റില്ല. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ട്രേഡ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് നോക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ട്രേഡ് ഇവിടെ പൊസിഷൻ, നമ്മൾ ഏതെങ്കിലും ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊസിഷനിൽ ഇവിടെ പ്രോഫിറ്റും ലോസൊക്കെ കാണിക്കും. ഓർഡർ പെൻഡിങ് ഉണ്ടെങ്കിൽ പെൻഡിങ് ഓർഡറിൽ കാണിക്കും. ഹിസ്റ്ററി, അക്കൗണ്ട് ഹിസ്റ്ററി ഇവിടെ കാണിക്കും. നമ്മൾ ഒരു ട്രേഡ് ചെയ്യാൻ എൻട്രി ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത് ഒക്കെ ഇവിടെ കാണിക്കും. അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ പ്രോഫിറ്റായിട്ട് ഇങ്ങനെ കാണിക്കും. ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം ഡിഫോൾട്ടായിട്ട് 100,000 1,00,000 വരിക. ഇപ്പോൾ ഞാൻ ഡിസംബർ 29 ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്താണ് ഈ അക്കൗണ്ട്. ഇത് ഡെമോ ആണ്, പേപ്പർ ട്രേഡ് അത് തന്നെ. അത് ഇപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതാണ്. ഇയർ എൻഡിങ് ആയതുകൊണ്ട് റിയൽ ട്രേഡ്സ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കാണില്ല, നിങ്ങൾ പ്രോഫിറ്റ് അത് പേപ്പർ ട്രേഡ് ആയതുകൊണ്ട് നമുക്ക് എത്ര വലിയ ക്വാണ്ടിറ്റിയും ചെയ്യാം. അങ്ങനെ വലിയ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു പ്രോഫിറ്റ് ഇവിടെ കാണുന്നത്. 29 തുടങ്ങിയ അക്കൗണ്ട്, 1,00,000 തുടങ്ങിയ അക്കൗണ്ട് ഇനിയിപ്പോൾ ഡിസംബർ 31 ആകുമ്പോഴേക്ക് 4,08,000 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഡെമോ ആയതുകൊണ്ടാണ് അത്ര വലിയ സൈസ് ചെയ്യുന്നത്. റിയൽ ആകുമ്പോൾ എന്തായാലും അത്ര വലിയ സൈസൊന്നും ചെയ്യാറില്ല, ചെറിയ സൈസിലാണ് ട്രേഡ് ചെയ്യാൻ നോർമലായിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ഇൻഫോസിസ് ആണ്, നിഫ്റ്റി നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്കിതിൽ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കറൻസി ഇതിൽ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്ന നോക്കാം. ഇത് എൻ്റെ കറൻസി പേരൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്. ഞാൻ ഓൾറെഡി ഡെമോ അക്കൗണ്ട്, പേപ്പർ ട്രേഡ് അക്കൗണ്ട് കണക്റ്റഡ് ആണിത്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എങ്ങനെ എൻട്രി ചെയ്യുന്ന, സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഫിക്സ് ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ ട്രേഡ് ക്രിയേറ്റ് ന്യൂ ഓർഡർ. ഇപ്പോൾ യൂറോ സ്വിസ് ഫ്രാങ്കിൻ്റെ ആണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ക്വാണ്ടിറ്റി കൊടുത്തു. ഒരു ടേക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു റീസെൻ്റ് ഹൈ വെക്കാം 1.08090. ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ളതാണ്. അപ്പം പെട്ടെന്ന് ചെറിയ ട്രേഡ് ഇതിൽ തന്നെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സ്റ്റോപ്പ് ലോസ് വെക്കാൻ നമുക്ക് ചെറിയ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് 1.0803. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത് ഇങ്ങനെ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ ഫിക്സ് ചെയ്തു, സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത് ബൈ ഓർഡർ. അപ്പോൾ അത് ഓർഡർ പ്ലേസ് ആയി. ഇതിങ്ങനെ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം, വിൻഡോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഓർഡർ പ്ലേസ് ആയതൊക്കെ ഇവിടെ വരും. അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കാം എന്താ നമ്മൾ ഇതിപ്പം കുറച്ച് സ്പ്രെഡ് വൈഡാണ്. അതാണ് ഓർഡർ ഇവിടെയാണ് പ്ലേസ് ആയത്. നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഓർഡർ ഫില്ലായത് ഇവിടെയാണ്, കുറച്ച് ഗ്യാപ്പിൽ വന്നിട്ടാണ് മുകളിലാണ് ഫില്ലായത്. ഇത് നമ്മളിപ്പോൾ FXCM ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ളത് FXCMൻ്റെ അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ട്രേഡ് ആകുന്നത്. ഡെമോ പേപ്പർ ട്രേഡ് ആയാലും FXCM ആയിട്ടാണ് കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ FXCM ഇപ്പോൾ ബ്രോക്കർ എത്രയാണോ സ്പ്രെഡ് കൊടുക്കുന്നത് അതാണ് ഇവിടെ കാണിക്കുക. ഇപ്പോൾ നമുക്ക് വേറെ ബ്രോക്കറിൻ്റെ ഇതിൽ തന്നെ നോക്കാം. ഇപ്പോൾ യൂറോ സ്വിസ് ഫ്രാങ്ക് തന്നെ ചെയ്താണ്ട് ഇത് FXCM ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒവാണ്ട നോക്കുന്നെങ്കിൽ ഒവാണ്ട ചെക്ക് ചെയ്യാം. പക്ഷേ ഒവാണ്ടയിൽ നമ്മൾ ട്രേഡ് എൻട്രി ആയിട്ട് കാണില്ല, കാരണം നമ്മൾ FXCM ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഒവാണ്ടൻ്റെ സ്പ്രെഡാണ് 8045 8069 കുറച്ചും കൂടി വൈഡായിട്ടുള്ള സ്പ്രെഡാണ് ഒവാണ്ട ഉള്ളത്. ഇപ്പോൾ നമ്മൾ കറൻസി പെയറുകൾ ചെയ്യുമ്പോൾ ഏത് ബ്രോക്കറാണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. 4-5 ബ്രോക്കറുണ്ട്, FXCM, ഒവാണ്ട, അങ്ങനെ പിന്നെ Forex.com, IDC, അങ്ങനെ കുറച്ച് ബ്രോക്കർ ഇതിലുണ്ടാവും. അപ്പോൾ ഞാൻ നോർമലി സെലക്ട് ചെയ്യുക FXCM ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ അക്കൗണ്ട് ഇത് FXCMൽ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ട്രേഡ് എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്, സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നമുക്ക്
താഴെ പൊസിഷനിലും കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ട്രേഡ് വർക്ക് ആകുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് -13 ഉള്ളത്. അപ്പോൾ അതുപോലെ അക്കൗണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണ്. ഇത് ഓർഡർ, ഇപ്പോൾ ഓർഡർ റണ്ണിങ്ങിലുള്ളത് ഇതാണ് കാണിക്കുന്നത് വർക്കിംഗ്. അത് നമ്മൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ടല്ലേ, അതാണ് ഇതിൽ ഈ ആ ഓർഡറാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഹിറ്റായാൽ ഇത് ക്ലോസ് ആവും ഓൾറെഡി. അതുപോലെ ഹിസ്റ്ററി മാക്സിമൈസ് ചെയ്യാം. നമ്മൾ ചെയ്ത എല്ലാ കാര്യത്തിൻ്റെ ഹിസ്റ്ററി ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അക്കൗണ്ട് ഹിസ്റ്ററി കാണാൻ വേണ്ടി പറ്റും. അക്കൗണ്ട് ഹിസ്റ്ററി ഏകദേശം ഡിസംബർ 24 ഇതൊരു 1 ലക്ഷം ആ രീതിയിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. പിന്നെ അതിന് ശേഷം കുറേ ട്രേഡ് എടുത്ത് ഞാൻ ഇന്നലെ വരെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 1,19,000 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഈ എടുത്ത ട്രേഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ഹിസ്റ്ററിയിൽ അത് കാണിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് എൻട്രി ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ട്രേഡ് ക്രിയേറ്റ് ന്യൂ ഓർഡർ കൊടുക്കുക. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി, ടേക്ക് പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ഒരു ബൈ ഓർഡർ കൊടുത്ത് അവിടെ യൂറോസിസ് ഫ്രാങ്ക് എന്ന. അതിനുശേഷം ഇവിടെ പൊസിഷനിൽ പോയാൽ ഓക്കെ, അത് ഒന്നിച്ചിട്ടാണ് ആവറേജ് പ്രൈസായിട്ട് ഒന്നിച്ചാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാം. ഇത് ഇവിടെ കണ്ട പ്രൊട്ടക്റ്റ് പൊസിഷൻ എന്നുള്ള സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് മോഡിഫൈ ചെയ്യാം. ടേക്ക് പ്രോഫിറ്റ് എവിടെ മാറ്റണമെങ്കിൽ മാറ്റാം, സ്റ്റോപ്പ് ലോസ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇനിയിപ്പം സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെക്കാതെയാണ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക ഇവിടുന്ന്. പിന്നെ അതുകൂടാതെ ഇതിപ്പോൾ മാനുവലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴേക്ക് വെക്കുകയാണെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് അതപ്പോൾ ഇവിടെ വരും. അപ്പോൾ അത് മോഡിഫൈ ചെയ്താൽ മതി. അതുപോലെ ടേക്ക് പ്രോഫിറ്റും നമുക്ക് താഴേക്ക് വെക്കണം, മുകളിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് തന്നെ മൂവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ മോഡിഫൈ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതും വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏത് കറൻസി ആയാലും ഇന്ത്യൻ ഷെയർ ആയാലും, അപ്പോൾ ഇന്ത്യൻ്റെ മാർക്കറ്റിൽ ട്രേഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ടൈമിന്, അതായത് 9 മണി മുതൽ 3 മണി വരെയുള്ള ആ ടൈമിൽ തന്നെ എൻട്രി ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അത് ട്രേഡ് ചെയ്യുക. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ US-ൻ്റെ അങ്ങനത്തെ ഷെയർസൊക്കെയാണ് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് അവറിൽ അത് ഓപ്പണുള്ള സമയത്ത് നോക്കിയിട്ട് അത് ട്രേഡ് ചെയ്യാം. അതുപോലെ ക്രിപ്റ്റോ കറൻസി ആയാലും ഇപ്പോൾ ബിറ്റ് കോയിൻ ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബിറ്റ് കോയിൻ ചെയ്യണമെങ്കിലും ചെയ്യാം. ഏത് സംഭവങ്ങൾ വേണം, ഇതിപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതിൽ. നോക്കിക്കോ, സ്റ്റോക്ക്, ഈ സ്റ്റോക്കിലെല്ലാം വേൾഡിലെ തന്നെ ഒരുവിധം എല്ലാ സ്റ്റോക്കും ഉണ്ടാവും. ഫ്യൂച്ചേഴ്സ്, ഫോറക്സ്, അതുപോലെ ക്രിപ്റ്റോ, അങ്ങനെ എല്ലാത്തിൻ്റെ ചാർട്ട് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ ട്രേഡബിളായ മെറ്റീരിയലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കറിൽ അക്കൗണ്ടൊന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് നമ്മളെ സ്ട്രാറ്റജി നമ്മൾ ട്രേഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ ഉള്ള കാര്യം നമുക്കിതിൽ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതിന് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫോറക്സിനെ കുറിച്ച് ബേസിക്, പ്രൈസ് ആക്ഷൻ, സൈക്കോളജി, അങ്ങനെ വേറെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.